പത്രക്കാരെ, പത്രപ്രവർത്തകരെ, അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു റിഫ്ലക്ഷനായിട്ട്, പ്രതിഫലനമായിട്ട് കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണുന്നത്. അപ്പം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ നിർഭയമായി തുല്യ അവകാശത്തോടെ മറ്റേത് തൊഴിൽ മേഖലയിലുമുള്ള അവകാശത്തോടെ ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം ലഭ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട സാഹചര്യം. ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ എങ്ങനെ കൂടുതൽ സജീവമാക്കാം, ഈ നമ്മുടെ ഇപ്പം നമുക്കറിയാം മാധ്യമരംഗം വളരെയധികം ചിതറപ്പെട്ട് കഴിഞ്ഞു. പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ തൊഴിലാളികളെ കുറിച്ചുകൊണ്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി കഴിവതും ഓൺലൈനായി വളരെ കുറച്ച് തൊഴിലാളികളെ വെച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുമൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരെന്ന നിലയിൽ മാധ്യമ പ്രവർത്തകരുടെ നിലനിൽപ്പിനെ പൊതുസമൂഹം കാണേണ്ടതുണ്ട്, സർക്കാർ കാണേണ്ടതുണ്ട്, മാനേജ്മെന്റുകൾ കാണേണ്ടതുണ്ട്, ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ പൊതുജനം കാണേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പിന്തുണകൾ നമുക്ക് എങ്ങനെ ലഭ്യമാക്കാൻ പറ്റും? ചിതറപ്പെട്ട തൊഴിലാളികളെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് ഈ ഒരു യൂണിയന്റെ കീഴിൽ സംഘടിപ്പിച്ച് നിർത്താൻ പറ്റും? ഒരുപാട് 2, 3, 4, 5 ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ മാധ്യമ സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്, സാമൂഹ്യ മാധ്യമ സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. ഈ തൊഴിലാളികൾക്ക് ഒന്നും യാതൊരു അവകാശവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അസംഘടിതരായ തൊഴിലാളി വർഗം എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിനും ഈ ഒരു മാധ്യമത്തിലെ പ്രത്യേക ഒരു സന്ദർഭത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ സമരസമിതി മുന്നേറുന്നതിനും സമിതിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും പരമാവധി പൊതു പിന്തുണ നമുക്ക് ലഭ്യമാക്കുന്നതിനും സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിനുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ പിന്തുണ നമുക്ക് ലഭ്യമാകുന്നതിനും തൊഴിലാളി യൂണിയനുകളുടെ പിന്തുണ കുറെ കൂടി ശക്തമായി ലഭ്യമാകുന്നതിനും അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിന്നില്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൊതു അവബോധത്തിന്റെ അവസ്ഥ എന്തായി മാറും എന്നുള്ളതും തിരിച്ചറിഞ്ഞുകൊണ്ട് മാധ്യമത്തിലെ ഈ ഒരു ശമ്പള നിഷേധത്തിനും തൊഴിലാളികൾക്കെതിരെ കാണിക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായി നമ്മുടെ പ്രതിഷേധങ്ങൾ തുടരണമെന്നും ഈ അനീതി നിഷേധം ഇവിടെ ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ശക്തമായ രീതിയിൽ നമ്മൾ ഈ സമരം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്. വളരെ ശക്തമായി 24 മണിക്കൂറായി ഈ സമരം നടക്കുന്നു. പ്രിയപ്പെട്ട റെജിയോട് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യം അതുപോലെ തന്നെ ഈ സംഘടനയോടും ഈ മാധ്യമത്തിലെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളോടും സംഘടനാ പ്രവർത്തനങ്ങളോടും സേവാ യൂണിയന്റെ എല്ലാ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സേവ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.